നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 2 ശനിയാഴ്ച, കർക്കിടകം 17-ാം തീയതി. നിരവധി വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന ദിവസമാണ്. ഇന്നലെ വൈകിയെത്തിയ ഒരു വിയോഗ വാർത്ത, നമ്മളെ ഏറെ ചിരിപ്പിച്ച കലാഭവൻ നവാസിന്റെ വിയോഗം. അതിൻ്റെ കൂടുതൽ വാർത്തകളുണ്ട്, തുടർ വാർത്തകളുണ്ട്. ഇന്നലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ആ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കണ്ട് അതിൽ കേസെടുത്തിട്ടുണ്ട് പോലീസ്. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്കാരം, അത്തരം വിവരങ്ങളെല്ലാം ഇന്ന് വരും, ഈ മണിക്കൂറുകളിൽ വരുമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വരുന്നുണ്ട്. നിർണായകമായ പല വാർത്തകളുമുണ്ട്. വിടവാങ്ങിയ ചലച്ചിത്രതാരം കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് 4 മുതൽ 5:30 വരെയുള്ള പൊതുദർശനം. അതിനുശേഷമാണ് ഖബറടക്കം ഉണ്ടാവുക. രാവിലെ 8:30-യോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. 10:30-യോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും നവാസിന് ഇല്ലായിരുന്നു എന്നാണ് അറിയുന്ന എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഴഞ്ഞു വീണു, അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു, അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് അറിഞ്ഞ വിവരങ്ങൾ. ആ ഒരു കാരണം കൊണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മിത, ഗുഡ് മോർണിംഗ്. വലിയ ഞെട്ടലിലാണ് സിനിമാ ലോകം ഒന്നാകെ. കാരണം ഒരാരോഗ്യ പ്രശ്നങ്ങളും കാര്യമായി നവാസിനെ അലട്ടിയിരുന്നില്ല. വളരെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു നടൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും പലരും ഉന്നയിക്കുന്നുണ്ട്. ഹോട്ടൽ മുറിയിൽ ഇന്നലെ 8:45 കൂടിയാണ് നവാസിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ചെക്കൗട്ടിന് സമയമായി, പക്ഷേ ഏറെ നേരമായിട്ടും ചെക്കൗട്ട് ചെയ്യാത്തതിനെ തുടർന്ന് റൂം ബോയ് ഹോട്ടലിൻ്റെ മുറിയിലേക്ക് എത്തിച്ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. 8:45 കൂടിയായിരുന്നു സംഭവം. അവിടെ നിന്ന് അപ്പോൾ തന്നെ ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഒരു നോർമൽ നടപടി മാത്രമാണത്. ഇന്ന് ഇപ്പോൾ 8:30 ഇൻക്വസ്റ്റ് നടപടികൾ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. 8:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 10:30 പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് ആ മൃതദേഹം ആലുവ സഹായപ്പടിയിലുള്ള നവാസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയാണ് ഏറെ നാളായി നവാസ് താമസിക്കുന്നത് കുടുംബത്തോടൊപ്പം. അതിനുശേഷം വൈകിട്ട് 4:30 മുതൽ 5:30 വരെയുള്ള സമയത്ത് ആലുവ ടൗൺ ജുമാ മസ്ജിദിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അവിടെ തന്നെ ഖബറടക്കവും നടത്തും എന്നുള്ളതാണ് സിനിമാ സംഘടനകളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അറിയിച്ചിരിക്കുന്നത്. നവാസ് നാടക, സിനിമ, അതോടൊപ്പം തന്നെ ടെലിവിഷൻ മേഖലകളിലൊക്കെ സജീവമായി നിന്നിരുന്ന ഒരാളാണ്. നമുക്കറിയാവുന്നതുപോലെ 92-ലാണ് അദ്ദേഹം സിനിമയുടെ ഭാഗമാകുന്നത്, ചൈതന്യം എന്ന സിനിമയിലൂടെ. പക്ഷേ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നത് അതിനെല്ലാം പിന്നീട് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ 98-ൽ മാട്ടുപ്പെട്ടി മച്ചാനിലൂടെയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഒരുപാട് സിനിമകൾ, മൈ ഡിയർ കരടി പോലുള്ള, ഹിറ്റ്ലർ ബ്രദേഴ്സ് പോലുള്ള സിനിമകളൊക്കെ നമുക്ക് മുൻപിൽ അദ്ദേഹം അഭിനയിച്ചു വെച്ച സിനിമകളുണ്ട്. ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് രജിസ്റ്റർ ചെയ്യപ്പെടാനുമുള്ളൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സിനിമകളിലും, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ഡയലോഗുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻഡിങ് ആയും അതോടൊപ്പം തന്നെ വലിയ ട്രോളുകളുമൊക്കെയായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ കൃത്യമായി, അതായത് ഹാസ്യതാരം എന്ന രീതിയിൽ ഒട്ടും ഓവറാക്കാതെ അല്ലെങ്കിൽ വളരെ കൃത്യമായ മീറ്ററുകളിൽ കോമഡി കഥാപാത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ മലയാള സിനിമ അദ്ദേഹത്തെ വേണ്ടതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യമായി അവിടെ നിൽക്കുകയാണ്. സിനിമ ഒരു 2008 വരെയൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ പിന്നീട് സിനിമയിൽ നിന്ന് അത്ര സജീവമല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റേജ് ഷോകളിലായിരുന്നു കൂടുതൽ
കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം തന്നെ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, സിനിമയെ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല, അതിനപ്പുറത്തേക്ക് സ്റ്റേജ് ഷോകളെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെന്ന് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിലുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ 2020 ശേഷം മലയാള സിനിമയിൽ ഒരു സജീവ സാന്നിധ്യമായി അദ്ദേഹം മാറുന്നു. 2019 മേരാ നാം ഷാജി എന്ന സിനിമ തൊട്ടാണ് അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് കടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിരുന്നു. ആ സിനിമയെ അദ്ദേഹം വലിയ പ്രശംസ സാമൂഹ്യ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ സീക്വൻസുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ ആക്ഷൻ സംയോജനം ചെയ്ത ആൾ തന്നെ അദ്ദേഹത്തിന് പുകഴ്ത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ ഈ അദ്ദേഹത്തിന് വിയോഗ വേളയിൽ അതെല്ലാം വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. മലയാള സിനിമയോടൊപ്പം ചേർന്ന് നിന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ നഷ്ടമുണ്ടാക്കുന്നതുമാണ്. എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ എപ്പോഴും മുൻകൈ എടുത്തിരുന്ന ആളാണെന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇന്നലെ നൽകിയ പ്രതികരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മിമിക്രി കലാകാരന്മാരുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കമുള്ള ആളുകളും സിനിമാ മേഖലയുമായി വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ സിനിമയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അത് 8:30 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കും. 10:30 പോസ്റ്റ്മോർട്ടം കഴിയും. അതിനുശേഷം ആലുവ സഹായപ്പടിയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷമാകും 4 മണി തൊട്ട് 5 മണി വരെയുള്ള സമയത്താണ് ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കുക. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഖബറടക്കവും തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നി അവരും സിനിമയിലുള്ള ആളാണ്. ഇരുവരും സിനിമയിലൂടെയാണ് പരിചയപ്പെടുകയും പിന്നീട് വിവാഹത്തിലേക്കൊക്കെ പോവുകയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും അവസാനം ഇരുവരും ചേർന്ന് ഇഴ എന്നൊരു സിനിമ ചെയ്തിരുന്നു. അങ്ങനെ വലിയ സങ്കടത്തിലും ഞെട്ടലിലും ഒക്കെയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ സ്ഥിരമായി വിളിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് പശുക്കടവ് കോങ്ങാട് നിന്ന് കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുളപറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപം വളർത്തു പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഇത് ദുരൂഹതയുണ്ട് ഇതിൽ, പക്ഷേ അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? സ്മിത, ഈ ബോബിയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹതയുണ്ടോ എന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ പശുവിനെ തേടി ഈ ഒരു കോങ്ങാട് മലയിലേക്ക് ഈ വീട്ടമ്മ പോയത്. തുടർന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ഇവരെ കാണാനില്ല എന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് വനംവകുപ്പും പോലീസും കുറ്റ്യാടിയിലെ ജനകീയ സമിതിയും എല്ലാം തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഏറെ വൈകി രാത്രി 12 മണിയോടെയാണ് തൊട്ടടുത്ത പറമ്പിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ മാത്രമല്ല, ഇവരുടെ ശരീരത്തിന് തൊട്ടടുത്ത് ഈ വളർത്തു പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് മരണകാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മരണകാരണം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ബോബിയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്കാണ് ഇവർ ഇത്തരത്തിൽ ഈ പശുവിനെ തേടി കോങ്ങോട് മലയിലേക്ക് പോയത്. ഒരു മലയോര മേഖലയാണ്. ഈ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഈ ബോബിയുടേത്. സാധാരണ ഈ പശുവിനെ ഇത്തരത്തിൽ ഈ മലയിൽ തീറ്റ തേടാൻ വിടാറുണ്ട്. അങ്ങനെ അതിനെ തിരികെ കൊണ്ടുവരാനായി ഉച്ചയ്ക്ക് പോയതായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് പോയ ഇവർ പിന്നീട് തിരിച്ചെത്തിയില്ല. വൈകിട്ടും ഇവർ വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ ഇത്തരത്തിൽ പോലീസിലും വനംവകുപ്പിലുമെല്ലാം വിവരം അറിയിച്ചത്. ആദ്യം ആ വീടിനോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാമായിരുന്നു തെരച്ചിൽ നടത്തിയത്. പിന്നീട് ഈ വനം വകുപ്പ് എത്തി അത് വനത്തിന് ഉൾഭാഗങ്ങളിലേക്ക് കൂടി തിരച്ചിൽ നടത്തി. പക്ഷെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് വീടിനടുത്ത് ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ദുരൂഹത എന്ന് പറയാൻ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ശരീരത്തിൽ മറ്റു പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഒരു 9 മണിക്ക് ശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുരൂഹതയുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ. സ്മിത.
മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി ഇന്ന് വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്നു തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നു. എന്നാൽ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ലെന്നായിരുന്നു പ്രോസിക്യൂട്ടറുടെ മറുപടി. കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങളിലും പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചിട്ടില്ല. അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. ഇതിനിടയിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടും അല്ലെങ്കിൽ ഉറപ്പു നൽകിയിട്ടും പ്രോസിക്യൂഷൻ അതിൽ എതിർപ്പ് അറിയിച്ചതിൽ ഒരു വലിയ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അസ്മിത, എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് 2 കന്യാസ്ത്രീകളുടെ മോചനത്തിനായാണ്. 9 ദിവസമാകുന്നു അവർ ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇന്ന് NIA സ്പെഷ്യൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി അദ്ദേഹമാണ് ഈ കേസിൽ വിധി പറയുക. ഇന്ന് 11 മണിക്ക് കോടതി തുറക്കുന്ന സമയം, അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഈ കേസിൽ വിധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം വാദങ്ങൾ നടന്നിരുന്നു. 12 മിനിറ്റ് നീണ്ട വാദങ്ങളായിരുന്നു നടന്നത്. ആ വാദത്തിനിടയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ, ബജ്രംഗ് ദൾ അഭിഭാഷകനായിരുന്നു പ്രധാനമായും ഈ ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് വാദം നടത്തിയത്, എതിർത്തത്. പ്രതിഭാഗവും വലിയ വാദങ്ങൾ നടത്തിയിരുന്നു. ഈ പെൺകുട്ടികളുടെ, ഈ 3 പെൺകുട്ടികളുടെ അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ, അവർ മാത്രമല്ല അവർ ക്രൈസ്തവരാണെന്ന് എന്ന് തെളിയിക്കുന്ന രേഖകൾ, അവരുടെ മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന തെളിയിക്കുന്ന മൊഴികളടക്കമുള്ള വിവരങ്ങൾ നിരത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല. മാത്രമല്ല കോടതി ചോദിച്ചിരുന്നു പ്രോസിക്യൂഷനോട് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമോ എന്ന്. പക്ഷേ പ്രോസിക്യൂഷന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞത് ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് ഇവർക്ക് ജാമ്യം നൽകരുത് എന്നൊരു എതിർപ്പും പക്ഷേ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു. ഇത് പിന്നീട് വലിയ ചർച്ചയായിരുന്നു. കാരണം അമിത്ഷായുടെ ഉറപ്പ് അങ്ങനെയായിരുന്നില്ല. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്നായിരുന്നു. ഈ ബി ജെ പിക്കെതിരെ പിന്നാലെ തന്നെ ഇടത് UDF MPമാരൊപ്പം തന്നെ നേതാക്കളും വലിയ വിമർശനമായി രംഗത്ത് വന്നു. ചില നിയമവിദഗ്ധരും രംഗത്ത് വന്നിരുന്നു. കേരളത്തിലടക്കം പല കേസുകളിലും ഇത്തരത്തിൽ ഈ പ്രോസിക്യൂഷൻ എതിർക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് BJP ഇത്തരത്തിൽ അമിത്ഷായുടെ ഉറപ്പടക്കം ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർത്തത് എന്നുള്ളൊരു വാദമായിരുന്നു അവർ ഉന്നയിച്ചത്. എന്തായാലും ഇന്നലെ പക്ഷേ റായ്പൂർ അതിരൂപത ഈ പ്രോസിക്യൂഷന്റെ നടപടികളെ സ്വാഗതം ചെയ്തിരുന്നു. കാരണം അവർ പ്രധാനപ്പെട്ട വാദങ്ങൾ നിരത്തിയപ്പോഴൊന്നും എതിർപ്പ് ഉന്നയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലടക്കം പോകാനായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ ഒരു സാധ്യത എന്ന നിലയ്ക്കാണ് സെഷൻസ് കോടതി ഉത്തരവിന്റെ പിന്നാലെ ഈ NIA കോടതിയിൽ ഒരു ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഇന്നലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള അമൃതോദാസാണ് പ്രതിഭാഗത്തിനായിട്ട് ഹാജരായത്. എന്തായാലും ഇന്ന് 11 മണിക്ക് ശേഷം കോടതി എപ്പോൾ വേണമെങ്കിലും വിധി പറയാം. ഈ വിധി അനുകൂലമാണെങ്കിൽ ഇന്ന് വൈകിട്ടിനകത്ത് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജയിലിന് പുറത്തിറങ്ങാൻ സാധിക്കും. അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഈ ജയിലിന് പുറത്തിറങ്ങാൻ കഴിയുക. എന്തായാലും എല്ലാവരും അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം സഭാപ്രതിനിധികളടക്കം എല്ലാവരും ദുർഗിലും റായ്പൂരിലുമായിട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ഇന്ന് ബിലാസ്പൂരിലുള്ള പ്രത്യേക NIA കോടതിയുടെ ആ കോടതി മുറിക്കുള്ളിലെ വിധിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സിനിമാ നയരൂപീകരണത്തിനുള്ള സിനിമാ കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങളും പിടിച്ചുലച്ച മലയാള സിനിമയെ നയരൂപീകരണത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. 9ഓളം വിഷയങ്ങളിലാണ് കോൺക്ലേവിൽ സമഗ്ര ചർച്ചയുണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ലൈംഗികാരോപണങ്ങൾ, ലിംഗനീതിയെക്കുറിച്ചുള്ള ചർച്ച, മലയാള സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റിക്കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ ഉയർന്ന വിവാദങ്ങൾ ഏറെ. വിവാദങ്ങളിൽ സർക്കാരിന്റെ പരിഹാരം സിനിമാ നയരൂപീകരണം. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് ഇന്നും നാളെയുമായി സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള ചർച്ചകൾ രൂപീകരിച്ച് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജനകീയമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളൊരു സിനിമാ നയം രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാവരുടെയും അഭിപ്രായം ആരായുക, സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരുടെയും ശബ്ദങ്ങൾക്ക് വില കൊടുക്കുക എന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ മോഹൻലാലും സുഹാസിനി മണിരത്നവും മുഖ്യാതിഥികളാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമാകും. ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി, തമിഴ് സിനിമാ സംവിധായകൻ വെട്രിമാരൻ തുടങ്ങി
സിനിമയുടെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ പങ്കെടുക്കും. എല്ലാ സിനിമാ സംഘടനകളെ പ്രതിനിധീകരിച്ചും പങ്കാളിത്തമുണ്ടാകും. നിയമസഭാ സമുച്ചയത്തിലാണ് കോൺക്ലേവ്. മലയാള സിനിമയിൽ ലിംഗനീതിയും ഉൾക്കൊള്ളലും, തൊഴിൽ, കരാർ, പണിയിടം, നിയമപരമായ ചട്ടക്കൂടുകളും സന്തുലിതമായ പരാതി പരിഹാര സംവിധാനവും, നാളുകളിലെ സാങ്കേതിക വിദ്യയും നൈപുണ്യ വികസനവും, പ്രാദേശിക കലാകാരന്മാരെയും മലയാളത്തിലുള്ള സ്വതന്ത്ര സിനിമയെയും ശാക്തീകരിക്കൽ, തിയേറ്ററുകൾ, ടിക്കറ്റിംഗ്, വിതരണക്കാർ, പ്രദർശനക്കാർ തുടങ്ങി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അനവധി. ഒരേ സമയം 5 ഇടങ്ങളിലാണ് കോൺക്ലേവിൽ ചർച്ച നടക്കുക. ചർച്ചകളുണ്ടാവും, സ്വാഭാവികമായും വലിയ വിമർശനങ്ങളുണ്ടാവും, നിർദ്ദേശങ്ങളുണ്ടാവും. എല്ലാത്തിനുമൊടുവിൽ മലയാള സിനിമയെ നവവൽക്കരിക്കുന്നതിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിലും സിനിമാ കോൺക്ലേവ് തുടക്കമാവട്ടെ. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിനില്ലെന്നുറപ്പിച്ച് സർക്കാർ. ചട്ടവിരുദ്ധമായി ഗവർണർ പെരുമാറിയെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും. സർവകലാശാലകളുടെ ചട്ടത്തിനനുസരിച്ച് നിയമനം നടത്തിയില്ല. സർക്കാർ നൽകിയ പാനൽ പരിഗണിച്ചില്ല. താൽക്കാലിക VC നിയമനത്തിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനാണ് നീക്കം. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, അപ്പോൾ ഈ എതിർപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം? സ്മിത, നിലവിൽ ഈ കേസ് ഓഗസ്റ്റ് 13 വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ആ സമയത്ത് സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെ ബാധിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി വിധി എന്താണോ പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഗവർണർ നിലവിൽ നടപടിയെടുക്കുന്നത് എന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സർക്കാരിന് അനുകൂലമായ വിധി അതിനെ തുടർന്നായിരുന്നു നേരത്തെ സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ അവരുടെ നിയമനം റദ്ദായത്. പക്ഷേ നിലവിൽ വീണ്ടും സുപ്രീം കോടതിയെ സർക്കാർ ഗവർണർ സമീപിച്ചതിനെ തുടർന്ന് 6 മാസത്തേക്ക് നിയമിക്കാം. താൽക്കാലിക VCമാരെ 6 മാസത്തേക്ക് നിയമിക്കുന്നതിൽ സർക്കാരും ഗവർണറും കൂടിയാലോചന വേണമെന്ന തീരുമാനമായിരുന്നു, ഉത്തരവായിരുന്നു സുപ്രീം കോടതി അറിയിച്ചത്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ അഭിപ്രായം നോക്കാതെ നിലവിൽ 2 സർവകലാശാലയിലേക്കും 3 പേരുടെ വീതം 6 പേരുടെ പേരുകൾ സർക്കാർ നേരത്തെ തന്നെ ഗവർണർ രാജ്ഭവന് കൈമാറിയത്. പക്ഷേ ഈ പേരുകളൊന്നും പരിഗണിക്കാതെയാണ് വീണ്ടും 6 മാസത്തേക്ക് താൽക്കാലികമായി ഇവരെ ഗവർണർ ഏകപക്ഷീയമായി നിയമിച്ചത് എന്ന വാദമാണ് സർക്കാരിനുള്ളത്. നേരത്തെ തന്നെ നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ഒരു ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നിലവിൽ 13-ാം തീയതി കോടതിയെ സമീപിക്കുന്നതിന് മുന്നേ ഒരു തവണ കൂടി ഗവർണറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ഒരു നടപടി കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് സൂചനയുണ്ട്. പക്ഷേ ഇന്നലെ അടക്കം മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ വിധത്തിൽ താൽക്കാലിക VCമാരെ അല്ല, സ്ഥിരം VCമാരെ നിയമിക്കേണ്ടതാണ്. അത് ബോധിപ്പിക്കുന്ന കത്ത് നൽകിയെങ്കിലും ഗവർണർ ആ കത്ത് മുഖവിലേക്ക് എടുത്തില്ല എന്നതാണ് ഈ പോര് കടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഗവർണർ ശരിക്കും സുപ്രീം കോടതി വിധിയിൽ വന്ന ഉത്തരവിൽ വന്ന ചില കാര്യങ്ങൾ സാങ്കേതികമായി ആയുധമാക്കുകയാണ് എന്നാണ്. കാരണം 6 മാസത്തേക്കുള്ള താൽക്കാലിക VCമാരെ നിയമിക്കാൻ ഗവർണർക്ക് മാത്രമല്ല സർക്കാരിന് കൂടി അതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് ഗവർണർ ഏകപക്ഷീയമായി എടുക്കുന്ന കാര്യമാണ് സർക്കാർ നിലവിൽ 13-ാം തീയതി സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ 13-ാം തീയതി കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സർവകലാശാലയിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 2 VC നിയമനങ്ങളല്ല, മറ്റ് സർവകലാശാലയിലെ അടക്കം 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക VCമാരെ വിൽക്കാൻ പാടില്ല, സ്ഥിരം VCമാരെ വേണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. അങ്ങനെ സംസ്ഥാനത്തെ സർവകലാശാലയിലെ VCമാരുടെ കാര്യത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ സർക്കാരും ഗവർണറും കൂടി ബോധിപ്പിക്കണമെന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും 2 തരത്തിലായിരിക്കുമോ ഈ സുപ്രീം കോടതിയെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ സുപ്രീം കോടതി 13-ാം തീയതി പറയുന്ന ഉത്തരവ് അല്ലെങ്കിൽ പറയുന്ന നിർദ്ദേശമായിരിക്കും ഏറ്റവും നിർണായകമായി മാറുക. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് VCമാർ കൊടുത്ത ലിസ്റ്റ് ഗവർണർ മുഖവിലേക്ക് എടുക്കാത്തതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. ശരി, ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കരക്കിരുന്ന് കളി കാണേണ്ടിയും വരുമെന്നും റിപ്പോർട്ടുകൾ. ടീമുകളെ തെരഞ്ഞെടുക്കുന്ന ICC മാനദണ്ഡമാണ് പാകിസ്ഥാന് പണിയാകുന്നത്. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ആഞ്ചലസ് ഗെയിംസിലൂടെ ക്രിക്കറ്റ് വീണ്ടും ഒളിമ്പിക്സിലേക്ക് മടങ്ങിയെത്തുകയാണ്. ജൂലൈ 12 മുതൽ 29 വരെ ലോസ് ആഞ്ചലസ് നഗരത്തിന് 50 കിലോമീറ്റർ അപ്പുറമുള്ള പൊമോണയിലാണ് 2020 ഫോർമാറ്റിലുള്ള മത്സരങ്ങൾ. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 6 വീതം ടീമുകൾ മെഡൽ പോരിൽ മാറ്റുരയ്ക്കും. ടീമുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ICC ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓഷ്യാന മേഖലയിൽ ഉയർന്ന റാങ്കുള്ള ടീമിന് യോഗ്യത നൽകാനാണ് തീരുമാനം. ICC റാങ്കിങ്ങിലെ തന്നെ 1-ാം സ്ഥാനക്കാരായ ഇന്ത്യക്കാണ്
ഏഷ്യയിൽ നിന്ന് യോഗ്യത കിട്ടുക. യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയും ഓഷ്യാന മേഖലയിൽ നിന്ന് ഓസ്ട്രേലിയയും ഒളിമ്പിക്സിലെത്തും. ആതിഥേയർ എന്ന നിലയിൽ USA ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ ശേഷിക്കുന്ന ഒരു സ്പോട്ടിൽ മാത്രമാണ് ICCയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. റാങ്കിംഗ് അനുസരിച്ച് ടീമുകളെ സെലക്ട് ചെയ്താൽ പണി കിട്ടാൻ പോകുന്നത് ഏഷ്യയിലുള്ള പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓഷ്യാനയിലെ ന്യൂസിലാൻഡ്, ആഫ്രിക്കയിലെ വെസ്റ്റ് ഇൻഡീസ് പോലുള്ള ടീമുകൾക്കാണ്. ന്യൂസിലാൻഡും പാകിസ്ഥാനും ICCയെ ആശങ്ക അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യോഗ്യതാ മത്സരം സംഘടിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ തന്നെ കുത്തിനിറച്ചുള്ള ഷെഡ്യൂളിനിടയ്ക്ക് എപ്പോൾ യോഗ്യതാ മത്സരം സംഘടിപ്പിക്കാനെന്നാണ് ICCയുടെ ചോദ്യം. എല്ലാ വൻകരകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്കും ICC നിർദ്ദേശത്തോടാണ് താൽപര്യം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായാൽ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കരക്കിരുന്ന് കളി കാണേണ്ടിയും വരും. സ്പോർട്സ് ഡെസ്ക് 24. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന തുറന്നു പറച്ചിലിൽ ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വിശദീകരണം നൽകിയേക്കും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാകും വിശദീകരണം നൽകുക. സർവീസ് ചട്ടലംഘനങ്ങളുടെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു ശേഷവും മാധ്യമങ്ങളെ കണ്ടതിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇന്നലെ ഈ കാരണം കാണിക്കൽ നോട്ടീസിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴൊക്കെ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഡോക്ടർ. അപ്പം അതൊരു വൈകാരികമായ ഒരു വിഷയം കൂടിയാണിത്. ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സ്മിത, നിലവിൽ ഒരു മാസം മുൻപ് ആദ്യം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഹാരിസിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി രംഗത്ത് വന്നതെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് ഒരു സ്വാഭാവിക നടപടിയാണെന്നും ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് യൂറോളജി വിഭാഗത്തിലെ സർജറി ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ല. 20 ലക്ഷം രൂപ വരുന്നൊരു ഭാഗം കാണാനില്ല. 2 തവണ യൂറോളജി വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഹാരിസ് സൂപ്രണ്ടിന് കൊടുത്ത 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്ത കത്തിലൊന്നും ഈ ഉപകരണങ്ങൾ കാണുന്നില്ല എന്ന കാര്യം പരാമർശിച്ചിട്ടില്ല എന്നാണ് ഉപസമിതി നിലവിൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസ് നൽകുന്ന വിശദീകരണം നിലവിൽ ഔദ്യോഗികമായി ഇതിനൊരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞത് അത് 20 ലക്ഷം രൂപയുടെ ഉപകരണമല്ല, 14 ലക്ഷം രൂപയുടെ ഉപകരണമാണത്. എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്ന ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ലെങ്കിൽ അത് സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ഉപകരണമാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഉപസമിതി പരിശോധന നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനൊപ്പമാണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘടന. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് നിലവിൽ ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മന്ത്രി അടക്കം ഉള്ള കണ്ടെത്തൽ, അതായത് ഇങ്ങനെ ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ല എന്ന ഭാഗം വരുന്നത് ഒരു പരാമർശം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളടക്കം ഹാരിസ് ഹസന് വലിയ പിന്തുണയുണ്ട്. ഇത് സർക്കാർ മനഃപൂർവ്വമായി അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിയാണ് എന്ന കാര്യമാണ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് ഇനി നടക്കും. ഈ ഉപകരണം കാണാനില്ല എന്ന ഭാഗം സംബന്ധിച്ച് ഒരു ഭാഗത്ത് നടക്കും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി എന്നതടക്കമുള്ള കാര്യമുണ്ട്. ഈ ആശുപത്രിയിലെ സർജറി അടക്കം മുടങ്ങുന്നു എന്ന് കാണിച്ചു കൊടുത്ത കത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉപകരണം കാണാനില്ല എന്ന ഭാഗം പറയാത്തതാണ് നിലവിൽ ഹാരിസ് ഹസന് വിനയാകുന്നത്. ആശുപത്രിയെ സംബന്ധിച്ച് യൂറോളജി വിഭാഗത്തിലെ എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം ഹാരിസ് ഹസനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാതായി എന്ന വിവരം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മറ്റേ രീതിയിലുള്ള പ്രതികാര നടപടികളൊന്നുമില്ല. സ്വാഭാവിക രീതിയിൽ ആശുപത്രിയിലെ ഉപസമിതി നടത്തിയ അന്വേഷണമാണെന്നും ഈ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം സ്വാഭാവിക നടപടിയാണെന്നുള്ള വിശദീകരണം മന്ത്രി നൽകുമ്പോഴും അത് ഒരു പ്രതികാര നടപടിയാണെന്നും മാധ്യമങ്ങളിലടക്കം അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ സർക്കാരിനെ വലിയ രീതിയിൽ കരിവാരി തേക്കുകയാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് സർക്കാർ ഭാഗങ്ങൾക്കുള്ളത്. സ്മിത. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. UDF സംഘടിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഇന്ന്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന തകർച്ച പഠിക്കുകയാണ് കോൺക്ലേവിന്റെ പ്രധാന ഉദ്ദേശം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും മുൻ VC-മാരും ഉൾപ്പെടെയുള്ളവർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയ വിദ്യാർത്ഥികളെയും കോൺക്ലേവിൽ പങ്കെടുപ്പിക്കും എന്നാണ് UDF-ന്റെ അവകാശവാദം. പഠനത്തിനായുള്ള സാഹചര്യം അറിയുക എന്നതാണ് ഉദ്ദേശം. ഇനി നോക്കാം ചില അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ.
കൊളംബിയൻ മുൻ പ്രസിഡന്റ് ഉറായിബിന് 12 വർഷത്തെ വീട്ടുതടങ്കൽ ശിക്ഷ വിധിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. പൊതു ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകിയതിനും നടപടിക്രമങ്ങൾ ദുരുപയോഗം ചെയ്തതിനുമാണ് നടപടി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കേസ് രാഷ്ട്രീയമെന്നും ഉറായിബ് പ്രതികരിച്ചു. രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടരാൻ യുഎസുമായി ധാരണയിലെത്തി റഷ്യ. 2028 വരെ പ്രവർത്തനം തുടരാനാണ് ധാരണ. നാസ റോസ്കോസ്മോസ് ചർച്ചയിൽ ചാന്ദ്ര ദൗത്യ സഹകരണം വിഷയമായി. സംഗീത പരിപാടിക്കിടെ ഫ്രഞ്ച് ഗായിക റെബേക്ക ബേബിക്കെതിരെ ലൈംഗികാതിക്രമം. പരിപാടി അവതരിപ്പിക്കുന്നതിനിടെ ജനക്കൂട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് അതിക്രമമുണ്ടായത്. അരയ്ക്ക് മുകളിലുള്ള വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് ഗായിക ആക്രമണത്തിൽ പ്രതിഷേധിച്ചു. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യ 6 വയസ്സുകാരി ഉൾപ്പെടെ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 16 കുട്ടികളടക്കം 155 പേർക്ക് പരുക്കേറ്റു. ഗസയിലേക്ക് വ്യോമമാർഗം സാധനങ്ങൾ എത്തിച്ചു നൽകാനൊരുങ്ങി ഹോളണ്ടും. സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അന്താരാഷ്ട്ര സഖ്യത്തിന്റെ തന്റെ രാജ്യം പങ്കെടുക്കുമെന്ന് ഹോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി കാസ്പർ വെൽകാമ്പ് അറിയിച്ചു. അതേസമയം ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ ഓട്ടംതുള്ളൽ. കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്താണ് വേറിട്ട നീക്കവുമായി രംഗത്തെത്തിയത്. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ താമരക്കുടി കരുണാകരനും മകനും ചെറുമകളുമെല്ലാം ചേർന്നാണ് ഈ പ്രയത്നം ഏറ്റെടുത്തിരിക്കുന്നത്. ചിരിയും ചിന്തയും നിറയുന്ന ഓട്ടംതുള്ളലിൽ ലഹരിവിരുദ്ധ സന്ദേശം കൂടി പാട്ടിലാക്കി തുള്ളുകയാണ് പേരെടുത്ത ഓട്ടംതുള്ളൽ കലാകാരൻ താമരക്കുടി കരുണാകരന്റെ ശിഷ്യർ. ലഹരിക്കെതിരെ സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ തന്നെ തുള്ളലിൽ പാടിപ്പറഞ്ഞിട്ടുണ്ടെന്നും അതിനെ പരിഷ്കരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും കരുണാകരൻ. പൊതുവെ പറഞ്ഞ ഒരു ബോധവൽക്കരണം, ഉപദേശം കൊണ്ടൊന്നും സാധിക്കത്തില്ല. അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ തുറന്ന് കാട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ ഒരു രീതിയിലെങ്കിലും അല്പം കുറവ് വരികയുള്ളൂ. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതിയ ഭദ്രാഹരിയാണ് ഈ തുള്ളൽ പാട്ടിന്റെ രചന. ഈണം നൽകി ചിട്ടപ്പെടുത്തിയത് കരുണാകരൻ തന്നെ. പരിശീലിപ്പിച്ചത് തുള്ളൽ കലാകാരിയായ ചെറുമകൾ ഹരിചന്ദനയും. തലവൂർ ഗ്രാമപഞ്ചായത്ത് കുളക്കട BRCയുടെ സഹകരണത്തോടെയാണ് പരിപാടി. കരുണാകരന്റെ മകനും തുള്ളൽ കലാകാരനുമായ ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് അവതരണം. ലഹരി എന്ന ഈ മഹാവിപത്തിനെതിരെയാണ് തുള്ളൽ കലയിലൂടെ ഇത്തരത്തിലുള്ള സ്കൂൾ തലങ്ങളിലൊക്കെ കുട്ടികളെ ഇത് ബോധവൽക്കരിക്കുകയും അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മമാണ് ചെയ്യുന്നത്. ബ്രഹ്മജാതൻ പട്ടാഴി, ധനശ്രീ ചന്ദ്രശേഖർ എന്നിവരാണ് അവതരണം. 4 ദിവസം കൊണ്ട് 15ലധികം സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ഓട്ടംതുള്ളൽ അരങ്ങേറിക്കഴിഞ്ഞു. 24 കൊട്ടാരക്കര. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ 19 വർഷത്തെ ദുരൂഹ മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും പട്ടികയെടുത്ത് SIT സംഘം. ധർമ്മസ്ഥല പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റിയ 1995 മുതൽ 2014 വരെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. സാക്ഷി കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ ഇന്നും മണ്ണുമാറ്റി പരിശോധന നടത്തും. 8 സ്പോട്ടുകളാണ് ആകെ പരിശോധിച്ചത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടെയെല്ലാം പരിശോധന നടത്തും? അതോടൊപ്പം ഈ റിപ്പോർട്ടുകൾ തേടിയതിന്റെ ഒരു പശ്ചാത്തലം കൂടി പറയും. മോർണിംഗ് സ്മിത, ഇന്ന് പരിശോധന നടത്തുന്നത് പ്രധാനമായിട്ടും 9 മുതലുള്ള സ്പോട്ടുകളിലാണ്. 7-8 സ്പോട്ടുകളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 8-9 സ്പോട്ടുകളിലേക്ക് അല്ലെങ്കിൽ 9-10 സ്പോട്ടുകളിലേക്കൊക്കെ അന്വേഷണം നീളാനാണ് ഇന്ന് സാധ്യത. അവിടെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു തന്നെ പരിശോധന നടത്താൻ കഴിയുന്ന സ്പോട്ടുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശുചീകരണ തൊഴിലാളി പറയുന്നത് അനുസരിച്ച് തന്നെ അത്ര ഡീപ്പായി തന്നെ പരിശോധന നടത്തി പോകാനാണ് SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള 8 സ്പോട്ടുകളിൽ നിന്നും ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത്. അത് 15ഉം അതിലധികം അസ്ഥികൾ ലഭിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. 15 അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. പൊട്ടിയ ചില ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ഇത്രയും അസ്ഥികൾ ലഭിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ SIT തീരുമാനിച്ചിട്ടുമുണ്ട്. ഇനി ബാക്കിയുള്ളത് 5 സ്പോട്ടുകളാണ്. ഇതിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെയുമുണ്ട്.
അപ്പോൾ അങ്ങനെ പരിശോധന മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് സമാന്തരമായി തന്നെ UDR റിപ്പോർട്ടുകൾ പോലീസ് തങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത്. പഞ്ചായത്തിലെത്തി അസ്വാഭാവിക മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും ഒക്കെ പട്ടിക പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട്. 1995 മുതലുള്ള രേഖകളാണ് കൈപ്പറ്റിയിരിക്കുന്നത്. 2014 വരെ, അതായത് ഏതാണ്ട് ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലുള്ള അസ്വാഭാവിക മരണങ്ങളുടെ പട്ടികയാണ് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. ആത്മഹത്യകളുടെ പട്ടികയും എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ ഈ UDR രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അന്ന് ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ രേഖകൾ ഇല്ല എന്നത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രേഖകൾ ഇല്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ്, വീഴ്ച തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും പഞ്ചായത്തിൽ നിന്നും ഈ രേഖകൾ പോലീസ് കൈപ്പറ്റിയിട്ടുണ്ട്. നേരത്തെ വിവരാവകാശ രേഖകൾ പ്രകാരം പലരും ഈ രേഖകൾ കൈപ്പറ്റിയിരുന്നു. അതിലൊരു 500ഓളം പേരെ മിസ്സിംഗ് ആയ സംഭവങ്ങളൊക്കെയും ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അങ്ങനെ നിലവിൽ രണ്ട് രീതിയിലും ഈ ലഭിച്ച അസ്ഥികളുടെ പരിശോധന ഒരു ഘട്ടത്തിൽ നടക്കുന്നു. UDR റെക്കോർഡുകൾ സ്വീകരിക്കുന്നു. മാത്രമല്ല കുഴിച്ചു പരിശോധന തുടരുകയും ചെയ്യും. ഇനി 2 സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുള്ള സ്ലോട്ടുകൾ, ആ സ്പോട്ടുകൾ ഏത് തരത്തിലാണ് പരിശോധിക്കുക എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അതിൽ കോടതിയുടെ അനുമതി തേടേണ്ടി വരും എന്നുകൂടി ഈ സാഹചര്യത്തിൽ മനസ്സിലാകുന്നുണ്ട്. സ്മിത, പരിശോധന ഇന്നും തുടരും. 8 സ്പോട്ടുകളാണ് ഇതുവരെ ആകെ പരിശോധിച്ചത്. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. വയനാട്ടിൽ ദുരിതപൂർണമായി യാത്ര ചെയ്യേണ്ടി വരുന്ന റോഡുകളിൽ ഒന്നാണ് വൈത്തിരി സുഗന്ധഗിരിയിലേത്. ഇവിടേക്കുള്ള ബസ് സർവീസിനെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലാണ് റോഡുകളുടെ അവസ്ഥ. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും റോഡിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. വയനാട്ടിലെ പച്ചത്തുരുത്തുകളിലൊന്ന് സുഗന്ധഗിരി. 1976 ഭൂമിയും പാർപ്പിടവുമില്ലാത്ത പട്ടികവർഗ വിഭാഗങ്ങളെ പുനരധിവസിപ്പിച്ച ഭൂമി. എന്നാൽ കാലം ഇത്രയായിട്ടും അവഗണനയുടെ നേർക്കാഴ്ച കാണാം സുഗന്ധഗിരിയിൽ. അതിലൊന്നാണ് ഇവിടേക്കുള്ള പാത. ഈ റോഡിലൂടെ വാഹനങ്ങളെത്താൻ മടി കാണിക്കുന്നത് സ്വാഭാവികം. ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ പ്രവർത്തന ആൾക്കാർ വന്നാലും ആര് ഭരണത്തിൽ വന്നാലും നമ്മൾ സുഗന്ധഗിരി ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് വളരെ ദുഃഖകരമാണ് നമുക്ക് ഈ കാര്യം. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വൈത്തിരിക്ക് പോകണമെങ്കിൽ ഒരു 8-9-10 കിലോമീറ്റർ മിനിമം പോകണം. ഇവിടുന്ന് ഒരു പ്രസവ കേസ് തന്നെ വന്നാൽ ഈ റൂട്ടിൽ കൂടെയാണ് നമുക്ക് അവരെ കൊണ്ടുപോകേണ്ടി വരിക. പല ഭരണകൂടങ്ങളും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിലും വോട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടേക്ക് വരിക എന്നല്ലാണ്ട് വേറൊരു ഉപകാരം ഇവിടേക്കില്ല. ചെന്നായ് കവലയിലും 50 ഏക്കറിലും അമ്പയിലും റോഡുകളുടെ സ്ഥിതി ഈ വിധം. ആയിരത്തി 1980 ഈ റോഡ് പണിതത്, അമ്പയ്ക്കുള്ള റോഡ് പണിതത്. അത് പിന്നെ ഒരു ചെറിയ മൈൻറ്റൻസ് വർക്ക് ചെയ്ത് അല്ലാണ്ട് പിന്നെ ചെയ്തിട്ടില്ല. ഈ റോഡിൻ്റെയും കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ്. യാത്ര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വാഹനം വിളിച്ചാൽ വരില്ല. ഒരു വാഹനം നമ്മൾ വൈത്തിരിന്ന് ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരു 350 ഉറുപ്പിക കൊടുക്കണം. ചെന്നൈക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടാവും. അവിടേക്ക് 350 ഉറുപ്പികയാണ് അവർ ചാർജ് ചോദിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ മാത്രം അധിവസിക്കുന്ന ഈ നാട്ടിൽ എന്താണ് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്നാണ് ഉയരുന്ന ചോദ്യം. എന്നാണ് ഇവിടേക്കുള്ള വഴിയെങ്കിലും ശരിയാവുക എന്ന മറ്റൊരു ചോദ്യം. 24 വയനാട്. മുണ്ടക്കായി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന 1 വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി മലബാർ ഗ്രൂപ്പിന്റെ ഉയിർപ്പ് പദ്ധതി. ദുരന്തബാധിത മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 1 വർഷത്തിനുള്ളിൽ തന്നെ 143 വിദ്യാർത്ഥികൾക്കായാണ് ഉയിർപ്പ് പദ്ധതിയിലൂടെ സഹായം ലഭ്യമാക്കിയത്. ഉരുൾപൊട്ടൽ സർവ്വവും നഷ്ടപ്പെടുത്തിയ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുകയാണ് മലബാർ ഗ്രൂപ്പ്. പദ്ധതിക്കായി 3 കോടി രൂപയാണ് മാറ്റിവെച്ചത്. ആദ്യ വർഷം തന്നെ 81 ലക്ഷം രൂപ ചെലവഴിച്ചു. വിദ്യാഭ്യാസം മാത്രമല്ല, തൊഴിൽ കൂടി ഉറപ്പാക്കുകയാണ് പദ്ധതിയിലൂടെ. ഉയർപ്പ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് ജോലി നൽകാൻ പ്ലേസ്മെന്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. 2 പേർക്ക് മലബാർ ഗ്രൂപ്പിൽ തന്നെ ജോലി നൽകി. വരും പദ്ധതികളിലും ദുരന്തബാധിത മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുമെന്ന് മലബാർ ഗ്രൂപ്പ് MD MP അഹമ്മദ്. എല്ലാവരും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരുവിധം സാമ്പത്തിക ശേഷിയും സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് രക്ഷിതാക്കളില്ല, ഇവർ പലരും ബാക്കിയായത് അവർ ഹോസ്റ്റലിലും
സ്കൂളിലും അവിടെ പല സ്ഥലത്തും പഠിക്കാൻ പോയത് കൊണ്ടാണ് പലരും ബാക്കിയായതെന്നുള്ളതാണ് സത്യം. ആ സമയത്താണ് MLAയും ഡോക്ടർ ഇദ്രീസും കുറേ അവിടത്തുള്ള ടീമും എല്ലാം വന്നിട്ട് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, പ്രാദേശികമായിട്ട് പെട്ടെന്ന് ഇടപെടേണ്ടിയാണ്. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താണ്, ഫീസ് കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താണ്, ഒരു കണ്ടിന്യൂസും പറ്റുന്നില്ല. ഫീസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി, എത്ര വർഷം വരും. അപ്പോൾ അത് പലരോടും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു ശതമാനം ഡിസ്കൗണ്ട് തന്നവർ. കൽപ്പറ്റ MLA ടി സിദ്ദിഖിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വിദ്യാഭ്യാസ പദ്ധതി ഏറ്റെടുക്കാൻ മലബാർ ഗ്രൂപ്പ് തീരുമാനിച്ചത്. നേരത്തെ പുത്തുമല ദുരന്തകാലത്തും കൈത്താങ്ങായി മലബാർ ഗ്രൂപ്പ് എത്തിയിരുന്നു. അന്ന് 16 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയിരുന്നത്. 24 കോഴിക്കോട്. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. മുംബൈ ഹൈക്കോടതിക്ക് പുതിയ ബെഞ്ച് നിലവിൽ വരുന്നു. പശ്ചിമ മഹാരാഷ്ട്രയിലെ കോലാപൂർ ജില്ലയിലാണ് ബെഞ്ച് വരുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ 4ാമത്തെ ബെഞ്ചായി ഇത് മാറും. ഓഗസ്റ്റ് 18-ന് സിറ്റിംഗുകൾ തുടങ്ങും. ഛത്തീസ്ഗഡിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി കാട്ടാനകളുടെ ആക്രമണത്തിൽ അച്ഛനും മകളും ഉൾപ്പെടെ 4 പേർ മരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടാനകളുടെ ആക്രമണമുണ്ടായി. അനധികൃതമായി സ്ഥാപിച്ച ഫെൻസിംഗിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് ഒരാനയും ചരിഞ്ഞു. റാപ്പർ വേടനെതിരെയുള്ള ബലാത്സംഗ കേസിൽ വിശദമായ തെളിവ് ശേഖരണത്തിന് പോലീസ്. പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും. തുടർന്നാകും വേടനെ വിളിപ്പിക്കുക, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുക. ഇതിനിടെ കഴിഞ്ഞ ദിവസം വേടൻ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാട് അറിയിക്കും. ജാമ്യത്തെ എതിർക്കും എന്നാണ് വിവരം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, ഈ വേടന്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 164 പ്രകാരമുള്ള ഈ പരാതിക്കാരുടെ മൊഴിപ്പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഒപ്പം വേടന്റെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോടും പരിശോധനകൾ നടത്തും. 2001 മുതൽ 2023 വരെയുള്ള സമയത്ത് ഈ ഇടങ്ങളിൽ കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ 2 ഇടങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ വേടന്റെ കസ്റ്റഡിയോ അറസ്റ്റോ ആ നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ബലാത്സംഗ പരാതി തന്നെ കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് വേടന്റെ വാദം. ഇന്നലെ ഹൈക്കോടതിയെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെടൽ നടത്തി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് പോലീസ് വേടന്റെ ജാമ്യ ഹർജിയെ എതിർക്കും എന്നാണ്. പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന നിലപാടിലേക്ക് പോലീസ് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ ഒരു തീർപ്പുണ്ടായ ശേഷം, അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടായ ശേഷം മാത്രമായിരിക്കും നോട്ടീസ് നൽകുകയോ വിളിപ്പിക്കുകയോ ചെയ്യുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വേടൻ വലിയ കോൺഫിഡൻസിലാണ്, പ്രത്യേകിച്ച് ഇതൊരു കെട്ടിച്ചമച്ച ആരോപണം എന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ ആ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. പോലീസ് ആകട്ടെ സമാന്തരമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിൽ ഇൻഫോ പാർക്ക് SHOക്കാണ് അന്വേഷണ ചുമതല. ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെളിവ് ശേഖരണം മുന്നോട്ട് പോകുക. പോലീസിനെ സംബന്ധിച്ച് ഈ സാമ്പത്തിക തെളിവുമായി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവതി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. അത് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. എവിടെയൊക്കെ എത്തിച്ചു, ഏത് സമയത്താണ്, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത്, അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ബിന്ദു പത്മനാഭൻ, ജയനമ്മ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ദുരൂഹത നിലനിൽക്കുന്ന ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് സെബാസ്റ്റ്യനുമായി എത്തുക. വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളുടെ ബാക്കി എവിടെ? ഈ ചോദ്യമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. വീടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയതിലും ദുരൂഹതയുണ്ട്. ഈ ഭാഗം പൊളിച്ച് പരിശോധന നടത്താനുള്ള RDO അനുമതിക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അശ്വിൻ, അപ്പോൾ ഈ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക? സ്മിത, നിലവിൽ 2 തിരോധാന കേസുകൾ, ഒന്ന് കോട്ടയം സ്വദേശി ജയനമ്മ, മറ്റൊന്ന് ആലപ്പുഴ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ. ഈ 2 കേസുകളിലും പ്രതിസ്ഥാനത്തുള്ള ആളാണ് സെബാസ്റ്റ്യൻ. ഈ കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇയാളുടെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്ന്
ദുരൂഹ സാഹചര്യത്തിൽ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതാണ് പിന്നീട് വിപുലമായ അന്വേഷണത്തിലേക്ക് പോയത്. നിലവിൽ ഈ അസ്ഥികൂടത്തിന്റെ പഴക്കവും ജൈനമ്മ തിരോധാന കേസിന്റെ സാഹചര്യവും സമയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ജൈനമ്മയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായി ഒന്നും ഇയാൾ വിട്ടുപറയാത്തതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥലത്തെത്തിച്ചുള്ള ഒരു തെളിവെടുപ്പിനാണ് നിലവിൽ സാധ്യത. കോട്ടയം ക്രൈംബ്രാഞ്ചിന് 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി നിലവിൽ പ്രതിയെ വിട്ടിരിക്കുന്നത്. ഈ 8 ദിവസത്തിനുള്ളിൽ കൃത്യമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടത്തി ഈ കേസിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കൊണ്ടുവരാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഇതിനിടെ ഈ 8 ദിവസത്തിനുള്ളിൽ തന്നെ ബിന്ദു തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനും ഇയാളെ തെളിവെടുപ്പിനായി ഈ വീട്ടിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് എത്തിക്കും. ഒപ്പം വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ പുതിയതായി പാകിയ ഗ്രാനൈറ്റ് പാളി, അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടമുണ്ടോ എന്നുള്ള സംശയം നാട്ടുകാരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചു പരിശോധിക്കാനുള്ള അനുമതിക്കായി RDO സമീപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. ഇന്ന് അനുമതി ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാതെ അനുമതി നൽകാനാവില്ല എന്നുള്ളതായിരുന്നു RDOയുടെ നിലപാട്. എന്തായാലും പ്രതി കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് ആ ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധന നടത്താനും സാധ്യതയുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കേരള സർവകലാശാലയിൽ പരസ്പരം പഴിചാരി സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും. സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാതായതിനു പിന്നാലെ വൈസ് ചാൻസലർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു. VC-യുടെ നിർദ്ദേശപ്രകാരം താക്കോൽ എടുത്തു മാറ്റി എന്നാണ് ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ VC-യുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇനിയിപ്പോ ഈ താക്കോലൊരു കീ പോയിന്റായി മാറുകയാണോ? സ്മിത, ഇന്നലെ 2 പരാതികളാണ്. ഒന്ന് VC മോഹനൻ കുന്നുമ്മൽ നൽകിയ പരാതി, പോലീസ് നൽകിയ പരാതി. മറ്റൊന്ന് മിനി കാപ്പൻ നൽകിയ പരാതി. ഈ 2 പേരും പരാതി നൽകിയിരിക്കുന്നു. ഒന്ന് രജിസ്ട്രാർക്കെതിരെയാണ് പരാതി. രജിസ്ട്രാർ, സസ്പെൻഷനിലായ രജിസ്ട്രാർ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തു. ഇത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ടാണ് മോഹനൻ കുന്നുമ്മൽ അനിൽകുമാറെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മിനി കാപ്പൻ നൽകിയ പരാതി സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള G മുരളീധരൻ, ഒപ്പം തന്നെ ഷിജു ഖാൻ എന്നിവർക്ക് യോഗത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല, ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ 2 പേരും പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഈ താക്കോലുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സിൻഡിക്കേറ്റ് ചേംബറിൽ ഇവർ എത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 1 കോടി രൂപ വിനിയോഗിക്കേണ്ട, അടുത്ത 6 മാസത്തിനുള്ളിൽ വിനിയോഗിക്കേണ്ടതായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് 100 കോടി രൂപ വിനിയോഗിക്കാനുള്ള സംബന്ധിച്ചുള്ള യോഗമായിരുന്നു ഇന്നലെ ഓൺലൈനായി മോഹനൻ കുന്നുമ്മൽ ചേർന്നത്. പക്ഷേ ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത രജിസ്ട്രാർക്ക് പങ്കെടുക്കാനുള്ള അവകാശമില്ല, അയാൾ സസ്പെൻഷനിലാണ് എന്ന വാദം ഈ ഓൺലൈൻ യോഗത്തിൽ വെച്ച് തന്നെ മോഹനൻ കുന്നുമ്മൽ ഉന്നയിച്ചു. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ രംഗത്ത് വന്നതോടെ തന്നെ വലിയ തർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ മോഹനൻ കുന്നുമ്മൽ VC യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതോടുകൂടി തന്നെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. യോഗത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് ചേംബറിന്റെ താക്കോൽ അത് സുപ്രധാനമായ യോഗങ്ങൾക്ക് മാത്രം തുറന്നു കൊടുത്താൽ മതി, അല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അവിടെ വന്നിരിക്കാനോ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ TV കാണാനോ ഒക്കെ തന്നെ ആ മുറി തുറന്നു കൊടുക്കേണ്ട എന്ന കർശന നിർദ്ദേശം ജീവനക്കാർക്ക് കൊടുത്തു. പക്ഷേ അത് ജീവനക്കാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.